ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മാർച്ച് 15, 16, 18 തീയതികളിൽ സന്ദർശനം നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് സന്ദർശനം. 15-ന് സേലത്താണ് പ്രധാനമന്ത്രി ഉണ്ടാവുക. ഇവിടെ അദ്ദേഹം രണ്ടാം തവണയാണ് പ്രചാരണത്തിന് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാം തവണയാണ് തമിഴ്നാട്ടിലേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, നാമക്കൽ, കരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തമിഴ്നാട്ടിൽ 15, 16, 18 തീയതികളിലാണ് മോദിയുടെ പരിപാടികൾ നടക്കുക. കൊങ്കുനാട് മേഖലയിൽ മോദിയുടെ വരവ് വൻ സംഭവമാക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. ഇവിടെ 1 ലക്ഷത്തിലധികം പേരെ അണിനിരത്തിയുള്ള റാലി നടത്താൻ ശ്രമമുണ്ട്. 16-ന് കന്യാകുമാരിയിൽ നടക്കുന്ന പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നാണ് മോദി പ്രചാരണം തുടങ്ങിയത്. അണ്ണാ-ഡി-എം-കെ ബി.ജെ.പിയുമായുള്ള സഖ്യം വിട്ടതോടെ തമിഴ്നാട്ടിലെ സഖ്യരാഷ്ട്രീയത്തിൽ കനത്ത തിരിച്ചടിയാണ് ബി.ജെ.പി നേരിടുന്നത്. ചെറുകക്ഷികൾ മാത്രമാണ് നിലവിൽ ബി.ജെ.പിക്കൊപ്പമുള്ളത്. നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി ഇക്കൂട്ടത്തിലൊന്നാണ്. എ.ഐ.ഡി.എം.കെ വിമത നേതാവ് ഒ. പന്നീർശെൽവം ബി.ജെ.പിക്കൊപ്പം ചേരാനിടയുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും വ്യക്തമാക്കി. എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 19-ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. 19-ന് രാവിലെ 10-ന് പാലക്കാട് ഗവൺമെന്റ് മോഹൻ സ്കൂൾ പരിസരത്ത് നിന്ന് കോട്ട മൈതാനം 5 വിളക്ക് വരെയാണ് റോഡ് ഷോ. ഗവൺമെന്റ് മോഹൻ സ്കൂൾ മുതൽ സ്റ്റേഡിയം സ്റ്റാൻഡ് വരെയും പരിഗണനയിലുണ്ട്. നേരത്തെ 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും മോദി എത്തുമെന്നതാണ് അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.